പാലാ എന്നൊരു ദേശത്ത് മീനച്ചിലാറിൻ തീരത്ത് ഇട്ടായോളം വട്ടത്തിൽ പന്ത് തട്ടി നടക്കുന്ന KM മാണി സൂക്ഷിച്ചോ? കരിങ്കോഴയ്ക്കൽ മാണി മാണി എന്ന KM മാണിക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരോ BJP-ക്കാരോ അല്ല ഈ മുദ്രാവാക്യം വിളിച്ചത്. പാലായിലെ കോൺഗ്രസുകാരാണ്. 1970-ലും പിന്നെ 80-ലും. ആ 2 വർഷവും കോൺഗ്രസിന്റെ ആഗോള പൗരൻ MM ജേക്കബായിരുന്നു എതിർ സ്ഥാനാർത്ഥി. പാലാ എന്ന മണ്ഡലവും കേരളം എന്ന തട്ടകവുമായി നടന്ന KM മാണി പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറി. 1970-ൽ 364 വോട്ടിനും 1980-ൽ 4566 വോട്ടിനും. സത്യത്തിൽ ഈ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമേ KM മാണി പാലായിൽ ശരിക്ക് വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്തിട്ടുള്ളൂ. ഫുട്ബോളിൽ ലയണൽ മെസ്സിക്കോ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർക്കോ ഉണ്ടാക്കാൻ പറ്റാത്തത്ര റെക്കോർഡുകളാണ് ജനാധിപത്യത്തിൽ KM മാണി സൃഷ്ടിച്ചത്. പക്ഷെ നമ്മുടെ പ്രതിപക്ഷം ഇത്ര ഭീരുക്കളായി പോയല്ലോ എന്ന് ഞാൻ വിചാരിക്കുക. അവര് പറയാനുള്ളത് നമ്മൾ പറയുമ്പോഴേ അവർ ഭയമാണ്, നമ്മളെ നേരിടാൻ ഭയമാണ്, സംസാരിക്കുന്നത് കേൾക്കാൻ ഭയമാണ്. ഇതെന്ത് എന്ത് പ്രതിപക്ഷ ഇത്ര അതപ്പൊതിക്കാനുള്ള ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത്? ഏതായാലും ഒഴിഞ്ഞ പ്രതിപക്ഷ ബെഞ്ചുകളോടായി ഞാൻ സംസാരിക്കുക. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചയാൾ 13 എണ്ണം. ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്നയാൾ. ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തയാൾ. 12 മന്ത്രിസഭകളിലായി 13 തവണ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മന്ത്രിയായിരുന്നയാളും മറ്റാരുമല്ല. ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയും KM മാണിയാണ്. ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്നുവെന്ന എല്ലാവർക്കും അറിയാവുന്ന അത്യപൂർവ റെക്കോർഡ്. 52 വർഷമാണ് മാണി നിയമസഭാംഗമായത്. അതും പാലാ എന്ന മണ്ഡലത്തിൽ നിന്ന് മാത്രം. പുതുപ്പള്ളിയിൽ നിന്ന് 49 വർഷം പൂർത്തിയാക്കുന്ന ഉമ്മൻചാണ്ടി മാത്രമാണ് ഇക്കാര്യത്തിൽ അടുത്തുള്ള ഒരേ ഒരാൾ. പാലായിൽ KM മാണി ആദ്യമായി സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് R ബാലകൃഷ്ണപിള്ള ആത്മകഥയിൽ പറയുന്നുണ്ട്. 1959-ൽ KPCC അംഗമായ മാണി കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്ന 1964-ൽ കോട്ടയം DCC സെക്രട്ടറിയാണ്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി KM മാണിയെ തീരുമാനിച്ച് ബാലകൃഷ്ണപിള്ള DCC ഓഫീസിൽ ചെന്ന് ജീപ്പിൽ പാലായ്ക്ക് കൊണ്ടുവരികയായിരുന്നു. DCC സെക്രട്ടറി സ്ഥാനം പോലും രാജിവെക്കാതെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ KM മാണിയാണ് പിന്നീട് കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പിനായി ഒരു സൈദ്ധാന്തിക അടിത്തറ തന്നെ ഉണ്ടാക്കിയത്. സാർ, ആർക്കുമില്ലപ്പാ മൂക്കെന്ന് പറയുന്ന പോലെയാ സാർ. എന്നെ സംബന്ധിച്ച് ഞാൻ നിഷ്പക്ഷമായിട്ട് പറയട്ടെ, ഒരു ഗവൺമെന്റും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കൃഷിക്കാർക്ക് നീതി ചെയ്തിട്ടില്ല. അത് UDF ആകട്ടെ LDF ആകട്ടെ, ഇവിടെ ഒരു ഗവൺമെന്റും കൃഷിക്കാരോട് നീതി ചെയ്തിട്ടില്ല എന്ന് ഞാൻ എന്റെ മനസ്സാക്ഷി അനുസരിച്ച് പറയുകയാണ്. ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് EMS ആണ് കോട്ടയത്തെ ഒരു പൊതുയോഗത്തിൽ കേരള കോൺഗ്രസിനോട് ഒരു ചോദ്യം ഉന്നയിച്ചത്. ഞങ്ങൾ അടിസ്ഥാന വർഗത്തിനൊപ്പമാണ്, തൊഴിലാളി വർഗമാണ് കരുത്ത്. ഈ കേരള കോൺഗ്രസിന് എന്ത് രാഷ്ട്രീയമാണ് ഉള്ളതെന്നായിരുന്നു EMSന്റെ ചോദ്യം. അന്ന് വൈകിട്ട് ചേർന്ന യോഗത്തിൽ മാണി നൽകിയ മറുപടി ഇങ്ങനെ: ഞങ്ങൾ അധ്വാനിക്കുന്നവർക്കൊപ്പമാണ്, അധ്വാനവർഗ സിദ്ധാന്തമാണ് കരുത്ത്. കുടിയേറ്റ കർഷകർക്ക് വിലാസം നൽകിയ സിദ്ധാന്തമായിരുന്നു അത്. അത് പിന്നെ സ്വന്തം പറമ്പിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ മാനിഫെസ്റ്റോ ആയി മാറി. പ്രാർത്ഥനാ നിർഭരമായിരുന്നു എന്നും KM മാണിയുടെ രാഷ്ട്രീയ ജീവിതം. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് പറഞ്ഞ് പിടിച്ചു നിന്നത് വാർത്താ സമ്മേളനങ്ങളിൽ മാത്രമായിരുന്നു. പിളർന്നു വന്ന കേരള കോൺഗ്രസുകൾ എല്ലാം ചേർന്നാലും അവിഭക്ത കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്നത്ര നിലയും വിലയും പിന്നീട് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിനും CPIക്കും വരെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടും കേരള കോൺഗ്രസിന് മാത്രം ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല.
മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും മോഹിച്ച മാണിക്ക് പലതവണ അത് വഴുതിപ്പോയി. 23 വർഷക്കാലം ഭിന്നിച്ചു നിന്നവര് ഇന്ന് ഒന്നിക്കുകയാ. നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടതിലുള്ള ഇണ്ടൽ പറഞ്ഞറിയിക്കാൻ വയ്യ. വീണ്ടും പഴയ രീതിയിൽ ഒന്നായിത്തീരുവാൻ ഞാൻ അനുഗ്രഹിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന, പരമ്പരാഗതമായ ഒരു പ്രാർത്ഥന കേരളത്തിലുണ്ട്. ആത്മീയ ചിന്തയോടുകൂടി, ആധ്യാത്മിക ചിന്തയോടുകൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നായിരുന്ന കേരള കോൺഗ്രസ് രണ്ടായതിലുള്ള ദുഃഖത്തിൽ ഇണ്ടൽ, ആ ദുഃഖം മനസ്സിലേറ്റിക്കൊണ്ടിരുന്ന 10,000-കണക്കിന് കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്നിതൊന്നായപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ സന്തോഷം, അത് തിരമാലയടിക്കുന്ന മനുഷ്യക്കടലാണ് എന്റെ മുമ്പിൽ കാണുന്നത്. P.T. ചാക്കോയുടെ മരണത്തോടെ തുടങ്ങിയ കേരള കോൺഗ്രസിൽ മാണിക്ക് എതിരിടേണ്ടി വന്നത് നിരവധി തലയെടുപ്പുള്ള നേതാക്കളെയാണ്. ആർ ബാലകൃഷ്ണപിള്ള ആദ്യം തന്നെ ശത്രുവായി. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് KM ജോർജ് മാണി ചതിച്ചു എന്നുവരെ പരസ്യമായി പറഞ്ഞു. 13 തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മാണിക്ക് 4 തവണ രാജിയും വെക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാർ കോഴ കേസിലെ ഹൈക്കോടതി പരാമർശമാണ് KM മാണിയുടെ രാജിയിലേക്ക് നയിച്ചത്. 1977 ആഭ്യന്തരമന്ത്രിയായിരുന്ന KM മാണിയുടെ രാജിയും ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അന്നത്തെ രാജി. PJ ജോസഫാണ് അന്ന് പിന്നീട് ആഭ്യന്തരമന്ത്രിയായത്. ആ രാജിയോടെ കേരള കോൺഗ്രസ് മാണിയും ജോസഫുമായി രണ്ടായി പിരിയുന്നതിനുള്ള തുടക്കവും കുറിക്കപ്പെട്ടു. 1979 കേരള കോൺഗ്രസിന്റെ പിളർപ്പിനെ തുടർന്നായിരുന്നു മാണിയുടെ രണ്ടാം രാജി. 1981 നായനാർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചും KM മാണി രാജിവെച്ചു. എല്ലാത്തിനും ഒടുവിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദമായ ആ ബജറ്റ്. KM മാണിയുടെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് കേരളത്തിന് എന്താണ് നേട്ടമെന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ പാലായ്ക്കും അതിനു ചുറ്റുമുള്ള ദേശങ്ങളിലും KM മാണിയെ വിശ്വസിച്ച ഒരു വലിയ ജനത ഉണ്ടായിരുന്നു എന്നതാണ് ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ കാതൽ.